+1 exam package number 10 or 9. Number 10. First question. A particle executing SHM, simple harmonic motion, is an example of dash 1. Acceleration of constant magnitude and direction. 2. Acceleration of changing magnitude and direction. 3. Acceleration of changing magnitude but constant direction. 4. Acceleration of constant magnitude but changing direction. ഇതിലേതാണെന്നോ ആ ഡാഷ് ഫില്ല് ചെയ്യേണ്ടത്. SHMൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഈക്വൽസ് മൈനസ് എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് എന്നാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് മാറുമ്പോൾ ആക്സിലറേഷൻ മാറും. അപ്പോൾ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് അല്ല, ചേഞ്ചിങ്. പക്ഷേ ഡയറക്ഷൻ ഒരു ഫിക്സഡ് പോയിന്റിലോട്ടാണ്, ടുവേഴ്സ് ദി മീൻ പൊസിഷനിലേക്കാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിരിക്കുമ്പോൾ മീൻ പൊസിഷൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കുമ്പോൾ റൈറ്റിലോട്ടാണ് ആക്സിലറേഷൻ. മീൻ പൊസിഷൻ്റെ റൈറ്റ് സൈഡിൽ ചെല്ലുമ്പോൾ ലെഫ്റ്റിലോട്ടാണ് ആക്സിലറേഷൻ. കാരണം എപ്പോഴും മീൻ പൊസിഷനിലോട്ടല്ലേ വരണ്ടേ. അപ്പോൾ എക്സ് മാറുമ്പം മാഗ്നിറ്റ്യൂഡ് മാറും, അതൊക്കെ. ഇനി ഡയറക്ഷൻ്റെ കാര്യം, ഇതെപ്പോഴും മീൻ പൊസിഷനിലേക്കാണ് ഡയറക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഓസിലേറ്റർ മീൻ പൊസിഷൻ്റെ ഇടത്തോട്ട് വലത്തോട്ടും ഇടത്തോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. മീൻ പൊസിഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ ചെല്ലുമ്പോൾ ആക്സിലറേഷൻ ടുവേഴ്സ് ദി മീൻ പൊസിഷൻ എന്ന് പറയുമ്പോൾ റൈറ്റിലോട്ടല്ലേ വരണ്ടേ. റൈറ്റ് സൈഡിൽ ഓസിലേറ്റർ ചെല്ലുമ്പോൾ മീൻ പൊസിഷനിലേക്ക് എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലോട്ടാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ ഡയറക്ഷനും മാറുന്നുണ്ട്. അപ്പോൾ ചോയ്സ് ആക്സിലറേഷൻ ഓഫ് കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡ്, അത് ശരിയല്ല. രണ്ടാമത്തത് ആക്സിലറേഷൻ ഓഫ് ചേഞ്ചിങ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ രണ്ടാമത്തതാണ് ശരി, അത് ആൻസറായിട്ട് എടുക്കേണ്ടത്. ബാക്കിയെല്ലാം തെറ്റാ. അടുത്ത ചോദ്യം. അറ്റ് വാട്ട് പൊസിഷൻ kinetic energy becomes equal to potential energy of a particle in simple harmonic motion? ഈ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് m⍵² ഇൻറ്റു a² മൈനസ് x². a is the amplitude, x is the displacement. പൊട്ടൻഷ്യലിന് ഈ m⍵²ന് k എന്ന് പറയുന്നത് സ്പ്രിങ് ഫാക്ടർ, അല്ലെ ഫോഴ്സ് കോൺസ്റ്റൻ്റ്, സ്പ്രിങ് ഫാക്ടർ, സ്റ്റിഫ്നെസ് എന്നൊക്കെ പറയും. അപ്പോൾ ചുരുക്കത്തിൽ കൈനറ്റിക് എനർജി ഈസ് ഹാഫ് k ഇൻറ്റു a² മൈനസ് x². ഇതിങ്ങനെ ഓർന്നിരുന്നാൽ മതി. k എന്ന് പറഞ്ഞാൽ m⍵² വരും. That is equal to potential energy is half kx². ഇത് രണ്ടും ഈക്വൽ ആകുന്നത് ഏത് പൊസിഷനിലാണെന്നാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ എക്സ് കാണണം. അപ്പോൾ കൈനറ്റിക് എനർജി ഈക്വൽസ് പൊട്ടൻഷ്യൽ എനർജി ഈക്വേറ്റ് ചെയ്യുക. ഹാഫ് കെ അങ്ങ് ക്യാൻസൽ ചെയ്യുമ്പോൾ a² മൈനസ് x² ഈക്വൽസ് x², or 2x² ഈക്വൽസ് a². Therefore x equals
A by root 2. ആംപ്ലിറ്റ്യൂഡ് ബൈ റൂട്ട് 2 ആ പൊസിഷനിൽ ചെല്ലുമ്പോൾ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ആവും. ക്വസ്റ്റ്യൻ നമ്പർ 3. A body oscillates with simple harmonic motion SHM according to the equation x equals 5 cos 2 pi t plus pi by 4. 2 pi കോസിൻ്റെ കഴിഞ്ഞ് ബ്രാക്കറ്റിൽ 2 pi into t plus pi by 4, where t is in second and x is in meter. Calculate A. Displacement at t equals 0. B. Time period. C. Initial velocity. ഇതാണ് ഇക്വേഷൻ. എക്സ് ഈക്വൽസ് 5 cos 2 pi t plus pi by 4. ആദ്യം ചോദിക്കുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് ടി ഈക്വൽ 0 ആണ്. ഇവിടെ ഇപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഈ കോസിൻ്റെയോ സൈനിൻ്റെയോ കോയഫിഷ്യൻ്റായിട്ട് വരുന്ന ആംപ്ലിറ്റ്യൂഡ് അതിവിടെ 5 ആണ്. അപ്പോൾ എ ഈക്വൽസ് 5 മീറ്റർ ആംപ്ലിറ്റ്യൂഡ്. ഇനി ആദ്യത്തെ ചോദ്യം ടി 0 ആയിരിക്കുമ്പോൾ ഉള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇതിനകത്തോട്ട് ടി 0 എന്നിട്ട് കൊടുക്കണം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് 0 എക്സ് അറ്റ് 0 ഈക്വൽസ് 5. അപ്പോൾ ഈ ഫസ്റ്റ് ടേം അങ്ങ് 0 ആകും. 5 into cos pi by 4. Pi by 4 എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി ആകും. 45 cos 45 is 1 by root 2. So 5 by root 2 meter. അത് കഴിഞ്ഞ് രണ്ടാമത് ഇരിക്കുന്നത് ടൈം പീരീഡാണ്. ഈ ഒമേഗ ടി ഇവിടെ വരേണ്ട. ഒമേഗ ടിയുടെ സ്ഥാനത്ത് 2 pi t ആ വന്നിരിക്കുന്നത്. ടീയും വെട്ടിപ്പോവും കേട്ടോ. ഒമേഗ എന്ന് പറഞ്ഞാൽ 2 pi by t ഈക്വൽസ് ഈ 2 pi. സോ പീരീഡ് t ഈക്വൽസ് 1 second. മൂന്നാമത് ചോദിക്കുന്നത് ഇനീഷ്യൽ വെലോസിറ്റി. വെലോസിറ്റിക്കുള്ള ഫോർമുല v ഈക്വൽസ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നാണ്. അപ്പോൾ ടി 0 ആയിരിക്കുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി ആയിരിക്കുന്നത്. ഇനിഷ്യൽ വെലോസിറ്റിക്ക് എന്ന് പറയുമ്പോൾ ഇനിഷ്യലായിട്ട് എക്സിൻ്റെ വാല്യൂ ഇനിഷ്യൽ വാല്യൂ എത്ര നോക്കിയാൽ അത് നമുക്ക് കിട്ടിയിട്ടുണ്ടോ നേരത്തെ 5 by root 2. അപ്പോൾ ചുരുക്കത്തിൽ വി ഇനിഷ്യൽ വെലോസിറ്റി അറ്റ് ഇനിഷ്യൽ വെലോസിറ്റി വി ഇനിഷ്യൽ ഈക്വൽസ് 2 pi. ഒമേഗ എന്ന് പറഞ്ഞാൽ 2 pi. ഇവിടുത്തെ ഒമേഗ 2 pi അല്ലേ. ഒമേഗ ടി. അപ്പോൾ ഒമേഗ ഈസ് 2 pi. മുമ്പേ പറഞ്ഞല്ലോ. അപ്പോൾ ഒമേഗയുടെ സ്ഥാനത്ത് 2 pi ഇൻറ്റു റൂട്ട് ഓഫ് ആംപ്ലിറ്റ്യൂഡ് എ സ്ക്വയർ എ 5 ആണ്. അപ്പോൾ 5 സ്ക്വയർ മൈനസ് ടി 0 ആയിരിക്കുമ്പോൾ എക്സ് വാല്യൂ 5 by root 2. അപ്പോൾ 5 by root 2 സ്ക്വയർ 25 by 2. ആൻസർ ഈസ് 2 pi ഇൻറ്റു ഇത് 25 മൈനസ് 25 by 2 എന്ന് പറഞ്ഞാൽ 25 by 2. റൂട്ട് എടുക്കുമ്പോൾ 5 by root 2 അല്ലെ. 5 root 2 pi meter per second. അത് അത്രേ ഉള്ളൂ. അടുത്ത ചോദ്യം. An iron sphere of mass 200 gram is suspended from an inextensible light string of length 1 meter. It oscillates with a period of 2.1 seconds. The iron sphere is replaced by an aluminum sphere of the same mass. What happens to the period of oscillations? സിമ്പിൾ പെൻഡിലും ആ സംഭവം സ്ഫിയർ കെട്ട് തൂക്കിയിട്ടിരിക്കുക. ഈ ചരടിൻ്റെ ലെങ്ത് എല്ലാം ഇരിക്കട്ടെ, ക്യാപിറ്റൽ എൽ.
സ്ഫിയറിൻ്റെ റേഡിയസ് സ്മോൾ ആർ. പീരീഡ് ടി ഈസ് 2π√L/G. ഈ എൽ എന്ന് പറയുന്നത് ഈ ഫോർമുലയിലെ എൽ എന്ന് പറയുന്നത് ഇവിടം മുതൽ സ്ഫിയറിൻ്റെ സെൻറ്റർ വരെയുള്ള ദൂരമാണ്. അപ്പോൾ ക്യാപിറ്റൽ എൽ പ്ലസ് സ്മോൾ ആർ. അപ്പോൾ പീരീഡ് ടി ഈക്വൽ 2π√L+R/G. ഈ അയൺ സ്ഫിയർ മാറ്റി അലുമിനിയം സ്ഫിയർ വരിക. രണ്ടിൻ്റെ മാസ് സെയിമാണ്. അലുമിനിയത്തിന് ഡെൻസിറ്റി കുറവായതുകൊണ്ട് വലിപ്പം കൂടും ഇതേ മാസ് വരണമെങ്കിൽ. അപ്പോൾ റേഡിയസ് കൂടും അലുമിനിയം സ്ഫിയർ ആകുമ്പോൾ. റേഡിയസ് കൂടുമ്പം പീരീഡ് കൂടും. ഇപ്പോൾ പീരീഡ് നേരത്തെ 2.1 സെക്കൻഡ് ആയിരുന്നു, അത് 2.1 കൂടും അലുമിനിയം സ്ഫിയർ. അപ്പം ഇതിങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് മാർക്കിൻ്റെ അളവനുസരിച്ച് ഇതിങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അലുമിനിയം ഈസ് ലെസ് dense, so that radius of the aluminum sphere will be larger and length of the pendulum increases, so that period becomes greater than 2.1 seconds. അതാണ് ആൻസർ. അടുത്ത ചോദ്യം. A simple harmonic oscillation is represented by the equation x equals 4 sin omega t plus 3 cos omega t. Find 1 amplitude, 2 frequency, and 3 phase constant. Here x is in centimeter. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ ഇങ്ങനെ തന്നിട്ടുണ്ട്. എക്സ് ഈക്വൽസ് 4 sin omega t plus 3 cos omega t. അത് ഇക്വേഷൻ വേണമെന്നിരിക്കട്ടെ. ഇത് ഉപയോഗിച്ച് ഇവിടുന്ന് ആംപ്ലിറ്റ്യൂഡ് സൈനോ കോസോ ഒറ്റയ്ക്ക് എഴുതുമ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻ്റാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ സൈനും ഉണ്ട് കോസും ഉണ്ട്, രണ്ട് ടൈമായിട്ട് വന്നിരിക്കുക. ആംപ്ലിറ്റ്യൂഡ് കാണണം, ഫ്രീക്വൻസി കാണണം, ഇനിഷ്യൽ ഫേസ് അല്ല ഫേസ് കോൺസ്റ്റൻറ്റ്, ഇപ്പോക്ക്, ഇതൊക്കെ നേരത്തെ നമ്മൾ കണ്ട. അപ്പം ചെയ്യേണ്ടത് ഇതിപ്പോൾ ഈ സ്റ്റെപ്പൊന്നും ചെയ്യണമെന്നല്ല, ഓർത്തിരുന്നാലും മതി. എ കോസ് തീറ്റ ഈക്വൽസ് 4 എന്നിരിക്കട്ടെ. ഈ 4ൻ്റെ സ്ഥാനത്ത് എ കോസ് തീറ്റ. ഈ 3 എ സൈൻ തീറ്റയാണെന്നിരിക്കട്ടെ. എയും തീറ്റ നമ്മൾ പുതുതായിട്ട് അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ടേംസാണ്. അങ്ങനെ ഉണ്ട്. ഈ ഇക്വേഷൻ എങ്ങനെ വരും? എക്സ് ഈക്വൽസ് എ കോസ് തീറ്റ, എ കോസ്, ഈ 4ന് വരെ എ കോസ് തീറ്റ, എ കോസ് തീറ്റ സൈൻ ഒമേഗ ടി പ്ലസ് എ സൈൻ തീറ്റ കോസ് ഒമേഗ ടി എന്ന് വരും ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ. എ കോൺ ഫാക്ടറായിട്ട് എടുക്കാമല്ലോ. അപ്പോൾ എക്സ് ഈക്വൽസ് എ ഇൻറ്റു സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ ഒമേഗ ടി പ്ലസ് സൈൻ തീറ്റ കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ സൈൻ എ പ്ലസ് ബി അല്ലേ. സൈൻ എ പ്ലസ് ബി സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. അപ്പോൾ ചുരുക്കത്തിൽ ഇതിപ്പോൾ ഇങ്ങനെ എഴുതാമല്ലോ. എക്സ് ഈക്വൽസ് എ സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ. ഇനി അപ്പോൾ എ ആണ് ശരിയായിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ്. ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ച് എ കണ്ടുപിടിക്കാം. ഇക്വേഷൻ 1ഉം 2ഉം കൂടെ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ, അതുപോലെ എ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ, ദാറ്റ് ഈസ് 1. അപ്പോൾ എ സ്ക്വയർ ഇത് രണ്ടും കൂടെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ എ സ്ക്വയർ എന്ന് കിട്ടും. എ സ്ക്വയർ ഈക്വൽസ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ, അതുപോലെ 25. ദാറ്റ് മീൻസ് എ ഈക്വൽസ് √25, 5 സെൻറ്റിമീറ്റർ എന്നൊരു ആംപ്ലിറ്റ്യൂഡ് കിട്ടി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒമേഗ ബൈ 2π, സോറി ഒമേഗ ഇൻറ്റു 2πf. ഒമേഗ ഈസ് 2πf, so frequency is omega by 2π.
അല്ലെ ഒമേഗ എന്ന് എഴുതിയാലും മതി ഫ്രീക്വൻസി. ഈ ഫോർമുല കാണുന്ന ഒമേഗ തന്നെയാണ് പുതിയതായിട്ടുള്ളത്. അവിടെ അതിൽ ചേഞ്ചൊന്നും വരില്ല. ഈ പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഈ തീറ്റയാണ് ഫേസ് കോൺസ്റ്റൻ്റ്, അല്ലെ ഇനീഷ്യൽ ഫേസ്, അല്ലെ ഇപ്പോക്ക്, EPOCH, ഇപ്പോക്ക് എന്നൊക്കെ പറയുന്നത്. തീറ്റ കാണാൻ ഈ ഇക്വേഷനെ തേർഡ് ഇക്വേഷനെ സെക്കൻഡ് ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ദിസ് ബൈ ദിസ്, A sin theta by A cos theta equals 3/4. That means tan theta equals 3/4, or theta is tan inverse 3/4. അതത്രേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജനറലായിട്ടുള്ള ഫോർമുല ഓർത്തിരുന്നാൽ മതി. X ഈക്വൽസ് സ്മോൾ a sin omega t പ്ലസ് സ്മോൾ b cos omega t എന്ന് കാട്ടി കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് A² പ്ലസ് B². അത് ഉപയോഗിച്ചാലും മതി. പരീക്ഷയ്ക്ക് മാർക്കിൻ്റെ അനുസരിച്ച് സ്റ്റെപ്സ് എത്ര വേണമെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കും. താങ്ക് യു.